ലിഷോയ് ചേരുന്നു. ലിഷോയ്, ഈ നിലമ്പൂരിൽ കാണുന്ന കാഴ്ചകൾ, ഞെട്ടിക്കുന്ന ആ ദുരന്തത്തിന്റെ കാഴ്ചകൾ എന്തൊക്കെയാണ്? നേരത്തെ മോത്തി നമ്മൾ വിജയേട്ടൻ പറഞ്ഞിരുന്നു, അതായത് ഒരുപാട് മൃതദേഹങ്ങൾ ഇങ്ങനെ ഒലിച്ചു വരികയാണെന്ന്. പോത്തുകലിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളെല്ലാം തന്നെ നമ്മൾ കേട്ടതാണ്. ഇവിടെ നിലമ്പൂരിൽ മറ്റൊരു ദുഃഖകരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിലമ്പൂർ ഈ ആശുപത്രിയിൽ ഇതിനോടകം തന്നെ ഏകദേശം 70-നടുത്ത് മൃതദേഹങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ആ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പോലും കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. പലതും തിരിച്ചറിയുന്നതിന് വേണ്ടി ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആണ് ഇതെല്ലാം തന്നെ, ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്നും തിരികെ വയനാട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാനായുള്ളൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ വയനാട്ടിലെ മേപ്പാടിയിലേക്ക് ഇവിടെ നിലമ്പൂരിൽ ഒഴുകിയെത്തിയ മൃതദേഹങ്ങളെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റ് നടപടിയും പോസ്റ്റ്മോർട്ടവും എല്ലാം കഴിഞ്ഞ് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആംബുലൻസുകൾ നിരത്തിയിട്ടിരിക്കുന്നതാണ്. ഏകദേശം 15ഓളം മൃതദേഹങ്ങളുമായി ആംബുലൻസുകൾ മുൻപിൽ ഉണ്ട്. അതിനുശേഷം ഇനിയിപ്പോൾ ഏകദേശം 50-ലധികം മൃതദേഹങ്ങളാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ കഴിഞ്ഞ് ഇന്ന് അല്പസമയത്തിനകം ഇവിടെ നിന്ന് കൊണ്ടുപോകാനായി ഒരുങ്ങുന്നത്. അതിന് വേണ്ടി ഉള്ള ആംബുലൻസുകളാണ് ഈ തയ്യാറാക്കിയിരിക്കുന്നത്. കുറച്ച് ആംബുലൻസുകളിൽ മൃതദേഹവുമായി മുൻവശത്ത് തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ആംബുലൻസുകൾ എല്ലാം തന്നെ ഫ്രീസർ സൗകര്യം ഉൾപ്പെടെയുള്ളവയും അതുപോലെ തന്നെ ഓരോന്നിലും കൃത്യമായ സന്നദ്ധ പ്രവർത്തകരുടെ സേവനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. ആരെയും ഉറ്റവരില്ലാത്ത ഉടയവരില്ലാതെ ഒരുപാട് ആളുകളുടെ മൃതദേഹങ്ങൾ ഇവിടെയുണ്ട്. ആരാണെന്ന് പോലും തിരിച്ചറിയാത്ത, പക്ഷേ അങ്ങനെ ആരാണെന്ന് പോലും തിരിച്ചറിയാത്ത ഒരു മൃതദേഹം പോലും ഒറ്റയ്ക്ക് ഇവിടെ നിന്നും കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല. തങ്ങൾ ഓരോരുത്തരും അതിനോടൊപ്പം അനുഗമിക്കാനായി തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിലമ്പൂരിലുള്ള ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ, സന്നദ്ധ സേവകർ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ഇത്രയും വലിയൊരു ദുരന്തത്തിന് ശേഷം ഏകദേശം 70ഓളം മൃതദേഹങ്ങൾ കിലോമീറ്ററുകൾ ഒഴുകി ഇങ്ങോട്ടേക്ക് എത്തിയ ഒരു സാഹചര്യമാണുള്ളത്. അത് ആ മൃതദേഹങ്ങളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയ ഒരു സമയത്ത് അവയെല്ലാം തന്നെ നിലമ്പൂർ ആശുപത്രിയിലേക്ക് എത്തിച്ച് ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ളവയെല്ലാം തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഇവിടെ എത്തിയ പലരും, അതായത് മൃതദേഹം തിരിച്ചറിയാനെത്തിയ പലരും പറഞ്ഞൊരു കാര്യമുണ്ട്. തങ്ങളുടെ ഈ അപകടത്തിൽ പരിക്കേറ്റവരെല്ലാവരും തന്നെ ഈ മരിച്ച് മൃതശരീരം തിരിച്ചറിയാൻ വരാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർ പരിക്കേറ്റ് കിടക്കുന്നവരുണ്ട്, അവരുടെ ബന്ധുക്കളെല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ വയനാട്ടിലേക്ക് എത്തിയാലാണ് ഇവയെല്ലാം തന്നെ തിരിച്ചറിയാൻ, ആരൊക്കെയാണെന്ന് തിരിച്ചറിയാനായി തങ്ങൾക്ക് കഴിയുകയുള്ളൂ എന്ന് ഇന്നലെ നമ്മളോട് ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നത്. ചേട്ടാ, നിങ്ങൾ മേപ്പാടിയിലേക്ക് പോകാൻ തന്നെയാണ്? അതെ, മേപ്പാടിയിലേക്ക് പോകാൻ തന്നെയാണ്. ഇനിയിപ്പം ഓരോന്നിനും ഓരോ നമ്പർ അനുസരിച്ചാണോ? നമുക്ക് 22 നമ്പറാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൂടെ ആരൊക്കെ അനുഭവിക്കുക? ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരാണോ? പ്രവർത്തകരുണ്ട് നമ്മുടെ കൂടെ, 4 പേരുണ്ട്. ഫ്രീസർ സൗകര്യമൊക്കെ? ഫ്രീസറൊക്കെ സൗകര്യമുള്ള വണ്ടി തന്നെയാണ്. ഇപ്പം മേപ്പാടിയിലേക്ക് എത്തിച്ച് നിങ്ങൾ ഇങ്ങോട്ട് മടങ്ങി വരാനാണോ ഉദ്ദേശിച്ചത്? അതെ, അവിടെ എത്തിച്ച് ഞങ്ങൾ തിരിച്ചു പോരും. അതാണ്. ഒരുപാട് ആംബുലൻസുകൾ ഇവിടെ കിടപ്പുണ്ട്. അതെല്ലാം തന്നെ മേപ്പാടിയിലേക്ക് പോകാനുള്ളതാണ്. ഇന്ന് ഇപ്പോൾ 10 മൃതദേഹത്തിലധികമാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ശരീരഭാഗങ്ങൾ മാത്രമുള്ള ഒരുപാട് മൃതദേഹങ്ങളുമുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഇവയെല്ലാം തന്നെ വയനാട്ടിലേക്ക് എത്തിക്കുക, തിരിച്ചറിയാൻ കഴിയുന്നവരെ പരമാവധി തിരിച്ചറിഞ്ഞ ശേഷം അവർക്ക് ആവശ്യമായ മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാക്കിക്കൊണ്ട് സംസ്കാരം നടത്തുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇനിയിപ്പോൾ ഇവർക്ക് വേണ്ടി ചെയ്യാനുള്ളത്. അത് ചെയ്തു നൽകുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടിയാണ് ഇവിടെയുള്ള ആളുകളും അതിനോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും എല്ലാം തന്നെ ഇപ്പോൾ നിറവേറ്റുന്നത്. ശരി ലിഷോയ്.